അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണത്തിനും കാർഷിക വികസനത്തിനും പ്രാധാന്യം നൽകി ചൂണ്ടൽ പഞ്ചായത്ത് ബജറ്റ് ചൊവ്വാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാറാണ് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയത്. 5,97,27,500 രൂപ പ്രതീക്ഷിത വരവും 5,15,78,60 രൂപ പ്രതീക്ഷിത ചെലവും 1,63,46,206 രൂപ പ്രതീക്ഷിത നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് 2026-27 നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്കായി അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക വികസനത്തിനുമാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. സേവന മേഖല മെച്ചപ്പെടുത്തുന്നതിനും പശ്ചാത്തല വികസനം, ഭവന നിർമ്മാണം, കൃഷി, ആരോഗ്യം, കുടിവെള്ളം, മൃഗസംരക്ഷണം, പട്ടികജാതി ക്ഷേമം, വനിത, ഭിന്നശേഷി പ്രവർത്തനം എന്നിവയ്ക്ക് ബജറ്റിൽ മതിയായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിന് 10 കോടി 10 ലക്ഷം മുടക്കി ഓഫീസ് നിർമ്മിക്കും. അതോടൊപ്പം സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ലിസ്റ്റിലുള്ള അർഹരായ മുഴുവൻ പേർക്കും ഭവനം നിർമ്മിക്കുന്നതിനായി 2,86,7,680 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് 80,85,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. സബ് സെന്റർ നിർമ്മാണം, സ്വന്തമായി സ്ഥലം ഇല്ലാത്ത അങ്കണവാടികൾക്ക് സ്ഥലവും കെട്ടിടവും എന്നിവ നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പൂർത്തീകരണം, നീന്തൽക്കുള നിർമ്മാണം, ആസ്തി സംരക്ഷണ നിയമപ്രകാരം വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ നവീകരണം, കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ വൈവിധ്യവൽക്കരണം തുടങ്ങിയവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ പുഷ്പാകരൻ, സച്ചിൻ പ്രകാശ്, ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ ടി.ഒ. സെബി, അനീഷ് ആന്റണി, കെ.എ. രമേശ്, ടി.കെ. ഹക്കീം, കെ.എൽ. പോൾസൺ, പി.എസ്. സഹല, ഷീബ ശിവരാമൻ, അനുഷ ഷാഫർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ.എസ്. ജിനി, രമ വേലായുധൻ, പഞ്ചായത്ത് സെക്രട്ടറി എം.സി. മാറ്റ്ലി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, ഹെഡ് ക്ലർക്ക് മഞ്ജുഷ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി.സി. സെബാസ്റ്റ്യൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു.